بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين وعلى آله وصحبه ومن سار على هديه إلى يوم الدين أما بعد. മുഅ്മിനീങ്ങളെ, അള്ളാഹു അവൻ്റെ ഇഷ്ടദാസന്മാരിൽ നമ്മയും കുടുംബത്തെ മരണപ്പെട്ടു പോയവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശഫയാക്കട്ടെ. മരിച്ചുപോയവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ. പുണ്യ റമദാനിലേക്ക് സമീപിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ദിവസങ്ങൾ, റമദാൻ വരുന്നതിന് മുന്നേ നമ്മൾ ആത്മീയമായി ഒരുങ്ങുന്നതിൻ്റെ ഒരു പ്രധാന ഘട്ടമാണ് അള്ളാഹുവിനോട് വേഗം അടുക്കാനുള്ള എന്തെങ്കിലും അമലുകളൊക്കെ ആയിട്ട് ബന്ധപ്പെടുക എന്നുള്ളത്. അള്ളാഹുവിലേക്ക് നമ്മെ സംബന്ധിച്ചിടത്തോളം വേഗം അടുക്കാൻ പറ്റുന്ന ഒരു അമല് ദുആ ആണ്. കൂടുതൽ ദുആ ചെയ്തുകൊണ്ടിരിക്കുക, ചെറുതും വലുതുമായ കാര്യങ്ങളൊക്കെ നിരന്തരം ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കുക എന്നത് അള്ളാഹുവോട് വേഗത്തിൽ അടുപ്പം സ്ഥാപിക്കാൻ കഴിയുന്ന ഒരു അമലാണ്. ദുആഇന് ഇജാബത്തുള്ള ഒരു മാസവും കൂടിയാണ് പുണ്യമാക്കപ്പെട്ട ശഅബാൻ മാസം. നമ്മൾ അള്ളാഹുവോട് കൂടുതൽ കൂടുതൽ ചോദിക്കും തോറും കൂടുതൽ കൂടുതൽ അടുക്കുന്നു എന്നത് അവൻ സൃഷ്ടാവാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ഒരു സൃഷ്ടിയോടാണ് നമ്മൾ കൂടുതൽ ചോദിക്കുന്നത് എങ്കിൽ ചോദ്യം കൂടുന്നതനുസരിച്ച് അകലം കൂടും എന്നുള്ളതാണ് അതിന്റെ ഒരു സ്വാഭാവികത. സൃഷ്ടിയുടെ പ്രത്യേകത അങ്ങനെയാണ്. എന്നാൽ സൃഷ്ടാവ് അങ്ങനെയല്ല. ചോദ്യം കൂടുന്തോറും അടുപ്പം കൂടുന്നവനാണ് സൃഷ്ടാവ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്. അള്ളാഹുവോട് അടുക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. സുദീർഘമാക്കുന്നില്ല. അള്ളാഹു ഒരാളെ പരിഗണിക്കണമെങ്കിൽ ദുആ ചെയ്യുന്ന ആളാണോ എന്നാൽ അയാളെ അള്ളാഹ് പരിഗണിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. അള്ളാഹുവിന്റെ മുന്നിൽ ഒരു പരിഗണന കിട്ടണമെങ്കിൽ, അള്ളാഹുവിന്റെ മുന്നിൽ ഒരാളെ പറയപ്പെടണമെങ്കിൽ, അള്ളാഹുവിന്റെ മുന്നിൽ അയാൾ ആരെങ്കിലുമാണ് എന്ന ഒരു ചർച്ച തന്നെ ഉണ്ടാവണമെങ്കിൽ, മൂപ്പരെ അറിയണമെങ്കിൽ അള്ളാഹുവോട് ദുആ ചെയ്യുന്ന ആളാണ് എന്ന ഒരു സ്വഭാവക്കാരനായാൽ മതി. കൂടുതൽ ദുആ ചെയ്യുന്ന ആളെ റബ്ബിന്റെ മുന്നിൽ വേഗം പരിചയപ്പെടുത്താൻ പറ്റുന്ന അള്ളാഹു ശ്രദ്ധിക്കും. എല്ലാവരെയും അള്ളാഹുവിനറിയാം. എന്നാലും കൂടുതൽ ദുആ ചെയ്യുന്ന ആളെ കൂടുതൽ അള്ളാഹു പരിഗണിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. ഖുൽ മാ യഅ്ബഉ ബികും റബ്ബി ലൗലാ ദുആഉകും. നിങ്ങളുടെ ദുആ ഇല്ലായിരുന്നുവെങ്കിൽ അള്ളാഹു നിങ്ങളെ പരിഗണിക്കുക ഇല്ല. നിങ്ങളുടെ ദുആ ഉണ്ടെങ്കിൽ അള്ളാഹു പരിഗണിക്കും എന്ന് ഖുർആൻ. അള്ളാഹുവോട് ദുആ ചെയ്യുക, യഥാർത്ഥത്തിൽ ഈ ദുആ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം വിളിക്കുക എന്നാണ്. ദഅ യദ്ഉ, വിളിച്ചു എന്നതാണ് അതിന്റെ മലയാള ഭാഷാന്തരം. അതിന്റെ അർത്ഥം അങ്ങനെയാണ്. അള്ളാഹുവിനെ വിളിക്കാണ്. വിളിക്കുമ്പോൾ വിളി തന്നെ പല തരത്തിലുണ്ട്. നമ്മളിപ്പോ വിളിക്കാൻ വേണ്ടി പല ഉപകരണങ്ങളും ഉപയോഗിക്കുന്ന ഒരു കാലമാണ്. നമ്മൾ മൊബൈൽ വഴിയാണെങ്കിലും അല്ലാതെയും ഒക്കെ ഒരാളെ വിളിക്കാനും വിളിച്ചു ചോദിക്കാനും വിശേഷങ്ങൾ അന്വേഷിക്കാനും ഒക്കെ പല ഉപകരണങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന ഈ കാലഘട്ടത്തിൽ അള്ളാഹുവിനെ വിളിക്കുക എന്നതിനെ നമ്മളൊന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ ഏത് രീതിയിലാണ് സിസ്റ്റം അള്ളാഹു വെച്ചിട്ടുള്ളത്? നമ്മൾ ഒരു അടുക്കളയിൽ ഒരു ഉമ്മയും മകളും പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നിൽക്കുന്ന ഉമ്മ ആ അടുക്കളയിൽ തന്നെയുള്ള തൊട്ടടുത്തുള്ള മോളെ ഇപ്പുറ ഭാഗത്തേക്ക് തിരിഞ്ഞു നിൽക്കുന്ന മകളെ ഉമ്മ വിളിക്കുന്ന ഒരു വിളി അതൊരു വേഗത്തിൽ കേൾക്കുന്ന വിളിയാണ്. അല്ലെങ്കിലോ ഒരു പറമ്പിന്റെ അങ്ങേ അറ്റത്ത് എന്തൊക്കെയോ കൃഷിപ്പണി ചെയ്തുകൊണ്ടിരിക്കുന്ന വാപ്പ, കുടുംബനാഥൻ, വീട്ടുകാരുത്തിയെ വിളിക്കാൻ വേണ്ടി അവിടെ നിന്ന് ഒച്ചയിട്ട് വിളിക്കുന്ന ഒരു വിളി. ചിലപ്പോൾ ഒരു പക്ഷെ അത് ഒരു വിളിയിൽ തീർന്നുകൊള്ളുന്നില്ല, രണ്ടാമതും വിളിക്കേണ്ടി വരും. ചിലപ്പോൾ കയ്യിലുള്ള ആ ആയുധം താഴ്ത്തൊന്ന് ആഞ്ഞിട്ടിട്ട് അവളെ ഒന്ന് ഞാൻ ശരിയാക്കുന്നുണ്ട്, എന്താ വിളിച്ചിട്ട് കേൾക്കാത്ത, ആ രീതിയിലൊക്കെ ആവും വിളി. വിളി തന്നെ പല കോലത്തിലാണ്. തൊട്ടടുത്തുള്ള ആളെ വിളിക്കുന്ന വിളി പോലെയാണ് അള്ളാഹുവിനെ സൃഷ്ടി വിളിക്കുമ്പോൾ ആ വിളിയെ കണക്കാക്കപ്പെട്ടിട്ടുള്ളത് എന്ന് ഖുർആൻ. ഒരിക്കലൊരു സ്വഹാബി വന്നുകൊണ്ട്, ഒരു അഅറാബിയായ ഒരു സ്വഹാബി വന്നുകൊണ്ട് ഹബീബായ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തോട് ചോദിച്ചു, നബിയെ യാ റസൂലല്ലാഹ് അഖരീബുന റബ്ബുന ഫനുനാജി. അള്ളാഹുവിന്റെ ഹബീബെ,
ഞങ്ങളുടെ തമ്പുരാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൊട്ടടുത്ത് ചേർന്ന് നിൽക്കുന്നവനാണോ, തൊട്ടടുത്താണോ? എന്നാൽ ഞങ്ങൾക്ക് അഭിമുഖ സംഭാഷണം നടത്താനാ. അല്ലാഹു ഞങ്ങളുടെ തൊട്ടടുത്താണോ നബിയെ? എന്തിനാണ്? അഭിമുഖ സംഭാഷണം നടത്താൻ. അം ബഈദുൻ, അതോ അല്ലാഹു അകലെയാണോ നബിയെ? ഞങ്ങൾക്ക് വിളിച്ചു ചോദിക്കാൻ. അകലെയാണോ? ഞങ്ങൾക്ക് വിളിച്ചു ചോദിക്കാൻ. അടുത്താണോ? അഭിമുഖ സംഭാഷണം നടത്താൻ. ഹബീബായ നബി തങ്ങൾ മിണ്ടിയില്ല. എന്തപ്പോ പറയാത്? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൊട്ടടുത്താണോ നബിയെ? ഞങ്ങൾക്ക് അഭിമുഖ സംഭാഷണം നടത്താൻ, നേർക്ക് നേർ സംസാരിക്കാൻ. അതോ അല്ലാഹു അകലെയാണോ നബിയെ? ഞങ്ങൾക്ക് വിളിച്ചു ചോദിക്കാൻ. ഫസക്കത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ മിണ്ടിയില്ല. അപ്പോഴാണ് പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ബഖറയുടെ 186-ാമത്തെ ആയത്ത് അവതരിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَإِذَا سَأَلَكَ عِبَادِي عَنِّي فَإِنِّي قَرِيبٌ أُجِيبُ دَعْوَةَ الدَّاعِ إِذَا دَعَانِ فَلْيَسْتَجِيبُوا لِي وَلْيُؤْمِنُوا بِي لَعَلَّهُمْ يَرْشُدُونَ. എന്നെപ്പറ്റി എൻ്റെ അടിമ അങ്ങയോട് ചോദിച്ചു വന്നാൽ, എവിടെയാണ് അല്ലാഹ് എന്ന് ചോദിച്ചു വന്നാൽ അവരോട് അങ്ങ് പറയേണ്ടത് അകലെയല്ല, അല്ലാഹ് അടുത്തുണ്ടെന്ന് പറയൂ നബിയേ. തൊട്ടടുത്തുണ്ടല്ല. എന്നിട്ട് നമ്മൾ വിളിച്ചോ? അല്ലാഹുവോട് വിളിച്ചു ചോദിക്കുന്നതിന്റെ എണ്ണം വർദ്ധിപ്പിക്കേണ്ട സമയമാണ് പുണ്യമാക്കപ്പെട്ട ശഅബാനിന്റെ ഇനിയുള്ള ദിവസങ്ങൾ. ഒരു ദിവസം 5 വഖത്ത് നമ്മൾ നിസ്കരിക്കുന്നുവെന്നാൽ നിർബന്ധമായും 5 വഖത്ത് നമ്മൾ ദുആ ചെയ്തിരിക്കണം. എന്നാൽ പറയുന്നു 5 വഖത്ത് നിസ്കരിക്കുന്ന ആള് 5-ലധികം ദുആ ചെയ്യേണ്ട ഒരു പീരീഡിലാണ് ഇപ്പൊ നമ്മളുള്ളത്. അല്ലാഹു ദുആ സ്വീകരിക്കട്ടെ, നമ്മൾ ചോദിച്ചതിന്റെ ഫലം കാണട്ടെ കാണാതിരിക്കട്ടെ, എന്നാലും കൂടുതൽ ചോദിക്കേണ്ട ഒരു നേരമാണ് ശഅബാൻ 15 കഴിഞ്ഞിട്ടുള്ള ഈ ദിവസങ്ങൾ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. തൊട്ടടുത്തുണ്ടെന്നാ പറഞ്ഞത്. തൊട്ടടുത്ത് തന്നെ അല്ലാഹു ഉണ്ട്. നീ എന്ന ബന്ധം നമ്മൾ പലപ്പോഴും പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. നീ എന്നൊരാളോട് പറയണമെങ്കിൽ മുന്നിലുള്ള ആളെ വിരൽ ചൂണ്ടി പറയുന്നോടത്താ നീ എന്ന് പറയാം. അല്ലാഹനെ വിളിക്കുന്നത് നീ എന്ന ഒരകലമാ പ്രയോഗത്തിൽ തന്നെയെല്ലാം. അല്ലാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം വഇലൈക യർജിഉസ്സലാം ഹയ്യിനാ റബ്ബനാ ബിസ്സലാം. പറയാറുണ്ടല്ലോ. എന്താ? അല്ലാഹുമ്മ അന്തസ്സലാം, പടച്ചറബ്ബേ നീയാണ് രക്ഷ. വമിൻകസ്സലാം, നിന്നിൽ നിന്നാണ് രക്ഷ, സമാധാനം നിന്നിൽ നിന്ന. വഇലൈക യർജിഉസ്സലാം, എല്ലാ സമാധാനവും നിന്നിലേക്ക് മടങ്ങുന്നു. അല്ലാഹ് ഹയ്യിനാ റബ്ബനാ ബിസ്സലാം, ഞങ്ങളുടെ തമ്പുരാനെ സമാധാനത്തോടുകൂടെ ഞങ്ങളെ ജീവിപ്പിക്കണേ. നീ ജീവിപ്പിക്കണേ. നീ 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 1000 വട്ടം നീ എന്ന് പറയും നമ്മൾ. 1000 വട്ടം നിസ്കാരത്തിലും നമ്മൾ നീ എന്ന് എത്ര പ്രാവശ്യം അല്ലാഹുവിനെ വിളിക്കുന്നു. നീ നമ്മൾ പറയും കൂടുതൽ അടുപ്പുള്ള ഒരാളോട്, ആളെ പറ്റി പറയും ഈ എടാപോടാ ബന്ധാണ് ഞങ്ങൾ തമ്മിൽ. അങ്ങനെയുണ്ട്. എടാപോട ബന്ധം, നീ എന്ന ബന്ധം സൃഷ്ടാവ് സൃഷ്ടിയോട് പഠിപ്പിച്ചിട്ടുള്ളത് അവനും അവന്റെ സൃഷ്ടിയും തമ്മിൽ നീ എന്ന ബന്ധ. സൃഷ്ടാവ് അത്രയും അടുത്ത് നിൽക്കുന്നു. ഒരാളുടെ കാലിലിട്ടിരിക്കുന്ന ചെരുപ്പിന്റെ ബാറ് കാലിന്റെ തൊലിയോട് ഒട്ടി നിൽക്കുന്ന പോലെ തൊട്ടടുത്ത അല്ലാഹു. കുമ്പാരമായി നീ തെറ്റ് ചെയ്താൽ തന്നെയും നീട്ടുന്ന കൈത്തട്ടാത്ത റബ്ബ, പിന്നെയും തെറ്റ് ചെയ്താലും അല്ലാഹു വിളി കേൾക്കും. സ്വഹീഹുൽ ബുഖാരിയിൽ ഒരു അധ്യായം തന്നെ കാണാം. പീഡിപ്പിക്കപ്പെട്ടവന്റെ, വേദനിക്കപ്പെട്ടവന്റെ ദുആക്ക് വേഗം ഉത്തരമുണ്ടെന്ന്. വേദനിക്കപ്പെട്ടവന്റെ ദുആ വേഗത്തിൽ ഉത്തരമുള്ളതാ. വലൗ കാന കാഫിറ,
അവൻ ഒരു മുസ്ലിം അല്ലെങ്കിൽ പോലും നീ എന്ന ബന്ധം, അള്ളാഹുവോട് നീ എന്ന ബന്ധം, അപ്പൊ വേഗം ഓട്ടോമാറ്റിക്കലി അവിടെ അടുത്ത് കഴിഞ്ഞു. നമ്മൾ എന്തും പറയാൻ പറ്റിയ ഒരു ബന്ധം ഭൂമിയിൽ ആരോടും ഇല്ല. അവനുണ്ടോ? ഞാൻ എന്റെ കെട്ടിയോക്കടെ അടുത്തെല്ലാം പറയുന്ന ഒരു കെട്ടിയോൻ പറയൂല. ചിലതൊക്കെ പറഞ്ഞ വീട്ടിൽ നിന്ന് പുറത്തു പോകും. അങ്ങനെ ഒരു ബന്ധം ആരോടുമില്ല. എന്നാൽ ഭാര്യയോട് പറയുന്നതിനേക്കാൾ കൂടുതൽ ഒരു പക്ഷേ സുഹൃത്തിനോട് പറയാം. പക്ഷെ സുഹൃത്തിനോട് പറയാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യമുണ്ട്. എന്ത്? ഭാര്യയുടെ കുറവുകൾ സുഹൃത്തിനോട് പറയാൻ പാടില്ല, ഭർത്താവിന്റെ കുറവ് പറയാൻ പാടില്ല. പറയാൻ പാടില്ല എന്ന് പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്റെ ഭാര്യ വളരെ സ്ലോവാ, അത് സുഹൃത്തിനോട് പറയാൻ പാടില്ല. എന്റെ ഭാര്യ ഒരു ഇത്തിരി വാശിക്കാരിയ, പറയാൻ പാടില്ല. എന്തും പറയാം, പക്ഷേ സുഹൃത്തിനോട് പറയുന്നതിന് പോലും വിലക്കേൽപ്പിക്കപ്പെട്ടിട്ടുള്ള മതം. എന്തും പറയാൻ ഒരു സ്വാതന്ത്ര്യം നീ എന്ന ബന്ധത്തിലൂടെ വെച്ചിട്ടുണ്ട് എങ്കിൽ സൃഷ്ടാവിനോട് സൃഷ്ടിക്ക് പറയാനുള്ളതാ. എന്തും പറയാലോ. പാതിരാവിലെ ഇങ്ങനെ കാത്തിരിക്കുന്നു അവൻ. എന്തിനാ ഈ പാതിരാവിലെ കാത്തിരിക്കുന്നത്? ഹദീസാണിത്. പകല് മുഴുവൻ ചെയ്ത വൃത്തികേടുകൾ ഏറ്റു പറഞ്ഞുകൊണ്ട് എനിക്ക് നീ മാപ്പ് തരുമോ എന്ന് ചോദിക്കാൻ മാന്യനായ എന്റെ അടിമ രാത്രി വരുമോ എന്ന് ഞാൻ കാത്തിരിക്കുന്നു. അള്ളാഹുവിന്റെ പ്രഖ്യാപനമേ സയ്യിദുനാ റസൂലുള്ളാഹി. പകല് ചെയ്ത ആ കൊള്ളരായി തരമങ്ങളൊക്കെ രാത്രി ഒന്ന് വന്ന് പറയോ. രാത്രി ആരോട് ഏറ്റവും കൂടുതൽ സംഭാഷണം നടത്താം? രഹസ്യബന്ധങ്ങൾ, പാതിരാവിന്റെ സംസാരങ്ങൾ, പ്രണയിനിയോട് കമിതാക്കൾ പരസ്പരം സംസാരിക്കുന്ന സ്നേഹഭാചനങ്ങളുടെ ഇഷ്ടങ്ങൾ തിരക്ക് ഒഴിഞ്ഞിട്ട് രാത്രിയിൽ സംസാരിക്കുന്നത് അങ്ങുമിങ്ങും കേൾക്കുന്ന പോലെ പാതിരാവിന്റെ കൂട്ടുകാരനാ തമ്പുരാനെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. മനുഷ്യന്മാര് തെറ്റുകൂടുതൽ ചെയ്യുന്നത് ഇരുട്ടിലാം, രാത്രിയിലാം. ആ തെറ്റുകൾ മുഴുവനും പകലിന്റെ വെളിച്ചത്തിൽ അവന്റെ മാന്യതയുടെ കുപ്പായമിട്ടുകൊണ്ട് അവൻ ചോദിക്കുന്നത്, രാത്രി ചെയ്ത തെറ്റുകളെ ഏറ്റുപറയുന്നത്. അവൻ ചെയ്ത തെറ്റുകളെ രാത്രി മുഴുവൻ കണ്ടിരുന്ന റബ്ബ് പകൽ മുഴുവൻ അവനോട് ഒരു അരിശം പോലുമില്ലാതെ കാത്തിരിക്കുന്നു. ഒന്ന് ഏറ്റുപറയുമോ? അവൻ പൊറത്തു കൊടുക്കാൻ തയ്യാറാ സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു കരുണ ചെയ്യട്ടെ. അള്ളാഹുവിന്റെ കാരുണ്യം അത്. അള്ളാഹുവിന്റെ സ്വഭാവം അങ്ങനെയാ. അവന്റെ സൃഷ്ടിയോട് അവൻ അങ്ങനെ അടുത്തിട്ടുള്ളത്. എന്തും ചോദിക്കാലോ. നടന്നുപോയി ചെരുപ്പിന്റെ ബാറ് പൊട്ടി. റസൂലത പറഞ്ഞത് അവിടെ നിന്ന് അങ്ങോട്ട് ദ്വാരക്കാരൻ പറഞ്ഞ. എന്നിട്ട് ബാറ് കയറ്റിയിട്ടിട്ട് നീ തന്നെ പോണ്ട വരും. അവിടെ മലക്കിറങ്ങി വന്ന ചെരുപ്പിന്റെ ബാറിട്ട് വരോ? എനിക്ക് തോന്നണില്ല. നമ്മളൊക്കെ ദ്വാരന്നിട്ട് ചെരുപ്പിന്റെ ബാറ് പൊട്ടിയോടത്ത് മലക്കിറങ്ങി വന്നത് ഇട്ട് തന്നിട്ട് പോകാൻ പറ്റിയ ഒരാളൊന്നുമല്ല നമ്മള്. കേട്ടോളൂ. എന്നാൽ കേട്ടോളൂ, ഇമാം തുർമുദിയുടെ ജാമിഉലുണ്ട് ഒരു ഹദീസ്. അല്ലാഹുവോട് എന്തും ചോദിക്കാം, എത്ര നിസ്സാരമായതും ചോദിക്കാം. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ليسأل أحدكم ربه حاجته كلها حتى يسأل شسعان عليه إذا انقطع. നിങ്ങളിൽ ഓരോരുത്തരും അവന്റെ റബ്ബിനോട് എന്തും ചോദിക്കട്ടെ. എന്താ ചോദിച്ചത്? നമ്മള് എന്താ ചോദിച്ചത്? അല്ലാഹുവേ, ഉച്ചയ്ക്ക് കറിക്ക് ഒന്നും ഞാൻ കണ്ടെത്തിയിട്ടില്ല, നീ എത്തിച്ചു തരണേ. ചോദിക്കാലോ. നിങ്ങളിൽപ്പെട്ട ഓരോരുത്തരും അല്ലാഹുവോട് എന്തും ചോദിക്കട്ടെ. സയ്യിദുനാ റസൂലുള്ളാഹി എന്തും ചോദിക്കട്ടെ. എത്രത്തോളം? നടന്നു പോയപ്പോ ചെരുപ്പിന്റെ വള്ളി പൊട്ടിപ്പോയത് അല്ലാഹുവോട് ദുആ ഇറക്കട്ടെ. എന്തപ്പോ അതുകൊണ്ട് എന്താ മൊയിലാരി പറഞ്ഞ? അതൊക്കെ ഇപ്പൊ ദുആ ഇരുന്നിട്ട് നേരം കളയണോ? നേരം കളയണം. ദുആയിലൂടെ കളയുന്ന നേരം നഷ്ടമല്ല. ഖിയാമത്ത് നാളിൽ എല്ലാവരും ഇങ്ങനെ കൂടി നിൽക്കും. അപ്പോഴുണ്ട് കുറെ ആളുകൾക്ക് അല്ലാഹു ആരും പ്രതീക്ഷിക്കാത്ത വലിയൊരു പ്രതിഫലത്തിന്റെ കൂമ്പാരം കൊണ്ടുവന്ന് അവരങ്ങോട്ട് സന്തോഷിപ്പിക്കും. അങ്ങനെ നിൽക്കുമ്പോ അവർക്ക് ഇങ്ങനെ പ്രതിഫലം വരാം. ചിലര് കൊണ്ടുവന്ന പ്രതിഫലം അവിടെ വെച്ചാൽ നഷ്ടപ്പെട്ടു പോവാ, മറ്റു ചിലർക്ക് എടുത്ത് വീതിക്കുക. അപ്പോഴുണ്ട് ഒരു വിഭാഗത്തിന് വേറെ കുറെ പ്രതിഫലം കൊണ്ടുവന്ന് അങ്ങ് കൊടുക്കുക. അവര് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും. ഏതാണ് ആ പ്രതിഫലം എന്നറിയുമോ? ഭൂമിയിൽ വെച്ചവർ ദുആ ചെയ്തിരുന്നു.
ആ സമയം അവർക്ക് അള്ളാഹു ഉത്തരം കൊടുക്കാത്തത് ഒരു കൂലിയായി. ആ ദുആ ചെയ്തതിനെ അള്ളാഹു അവർക്ക് ഒരു പ്രതിഫലമായി മഹ്ശറയിൽ നൽകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ആ സമയമുണ്ടല്ലോ, ദുആഇന് ഭൂമിയിൽ വെച്ച് ഉത്തരം കിട്ടിയവൻ ആലോചിക്കും, പടച്ച റബ്ബേ, എനിക്ക് ഭൂമിയിൽ വെച്ച് ദുആക്ക് ഇജാബത്ത് ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ എത്ര ധന്യൻ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് മഹ്ശറയിൽ വെച്ച് വിലപിച്ച് പറയുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവോട് എന്തും ചോദിക്കാം. സമയം വേസ്റ്റ് അല്ല. ആ സമയം പാഴ് സമയമല്ല. 5 മിനിറ്റാണ് നമ്മൾ ദുആ ചെയ്തത് എങ്കിൽ അല്ലാഹു നമുക്ക് ഉത്തരം തരും. ഇന്നത്തെ ദിവസം ഏതാണെന്നറിയുമോ? ഇന്ന് ശഅബാൻ 17 1 മണിക്കൂർ ദുആ ചെയ്ത ഒരു മഹാന്റെ ഓർമ്മ ദിനമാണ്. ആ ദുആ ഖിയാമത്ത് നാൾക്ക് വരെ ഉള്ള ദുആയാണ്. ആ മഹാന്റെ പേരാണ് സയ്യിദ് അബ്ദുറഹ്മാൻ ബഅലവി ഹളറമി മുല്ലക്കോയ തങ്ങള്, വരക്കൽ മുല്ലക്കോയ തങ്ങൾ. ബഹുമാനപ്പെട്ട സമസ്തയുടെ സ്ഥാപക നേതാവ്, അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ പ്രമുഖൻ, പ്രധാനി, കാലഘട്ടം കണ്ട കുത്തുബാണ്. മഹാനവറുകൾ അള്ളാഹുവിന്റെ ദീനിന്റെ അനിവാര്യമായ ഘട്ടത്തിൽ, നിലനിൽപ്പിന്റെ അനിവാര്യ ഘട്ടത്തിൽ പണ്ഡിതന്മാരെ ഒരുമിച്ച് കൂട്ടിയ മഹാൻ. ചരിത്രത്തിൽ ചർച്ചയുള്ള ഒരു ദുആ, 1 മണിക്കൂർ അങ്ങ് ദുആ ചെയ്തു. നീണ്ടു നിന്ന 1 മണിക്കൂറിന്റെ ദുആ. വരക്കൽ തങ്ങൾ വഫാത്തായിട്ട് ഏകദേശം 92 വർഷമായി എന്ന് പറയപ്പെടുന്നു, അല്ലെങ്കിൽ ദീർഘകാലമായിരിക്കുന്നു. ആ ദുആഇന്റെ അംശത്തിൽ അല്ലാഹു നമ്മെ ചേർക്കട്ടെ. ലോകത്തുള്ള മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ഒരു മഹാപണ്ഡിതൻ ചെയ്ത ദുആ ചരിത്രത്തിൽ ആ മഹാനെ ഓർക്കുന്നതിന്റെ കൂടെ ആ ദുആയും ഓർക്കപ്പെടുകയാ. അല്ലാഹുവോട് എന്തും ചോദിക്കാൻ നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്തും ചോദിക്കാം. അല്ലാഹു ആ സമയം പാഴാക്കൂല. നമ്മൾ ദുആ ചെയ്യുന്നു എന്നുള്ളത് നമുക്കൊരു ആവശ്യം നടന്നു കാണാൻ വേണ്ടിയിട്ട് റബ്ബിനോട് സംസാരിക്കുന്നതാണ്, സംവദിക്കുന്നതാണ്, ആവശ്യപ്പെടുന്നതാണ്. ആവശ്യം നടന്ന് കണ്ടാലും വേണ്ടില്ല, ആവശ്യം നടന്നില്ലാലും വേണ്ടില്ല. നീ ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരുന്ന കാര്യമുണ്ടല്ലോ, ആ പ്രവൃത്തി ഒരു ഇബാദത്താണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് ആ പ്രവൃത്തി നീ ചെയ്തതിനൊരു കൂലി വേറെയുണ്ട്. ആ പ്രവൃത്തി ചെയ്തതിന് കൂലി വേറെയുണ്ട്. അതൊരു സാധാരണ ഇബാദത്തല്ല പ്രവൃത്തി. കേട്ടോളൂ. ദുആഇന്റെ പദവി ഇമാം തുർമുദിയുടെ ജാമിഉൽ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി അദ്ദുആഉ മുഖുൽ ഇബാദ. നീ ചെയ്ത ദുആ എന്ന പ്രവൃത്തി അതൊരു സാധാരണ പ്രവൃത്തിയല്ല, അതൊരു ഇബാദത്താണ്. അതൊരു സാധാരണ ഇബാദത്തുമല്ല. ഇബാദത്തുകളുടെ കൂട്ടത്തിലെ മജ്ജ ആ ഇബാദത്താണ് എന്ന് മുഹമ്മദ് മുസ്തഫ. സാധാരണ ഇബാദത്തല്ല, ഇബാദത്തിന്റെ മജ്ജയാണ് ദുആ. ഒരു ദിവസം സുബഹി മുതൽ അല്ല, തഹജ്ജുദ് മുതൽ പിറ്റേ രാത്രി ഉറങ്ങുന്ന വരെ നമ്മൾ ഒരുപാട് ഇബാദത്ത് ചെയ്തു. ആ ദിവസത്തിലെ മൊത്തം ഇബാദത്ത്, നിസ്കരിച്ചിട്ടുണ്ട്, ഖുർആൻ ഓതിയിട്ടുണ്ട്, സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്, ദാനധർമ്മം ചെയ്തിട്ടുണ്ട്. സഹോദരിമാരാണെങ്കിൽ ബിസ്മി ചൊല്ലി അരി അടുപ്പത്തിട്ടിട്ടുണ്ട്. ഓരോ അരിമണിയും അമലില, അത് വിളമ്പി കൊടുത്തിട്ടുണ്ട്. ബിസ്മി ചൊല്ലി സദഖയുടെ കൂലിയാ, 10 പൈസ മുടക്കില്ല. ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓരോന്നും, കോഴിക്ക് അരി കൊടുത്തത്, പൂച്ചക്ക് ഭക്ഷണം വെച്ചു കൊടുത്തത്, കൊടും ചൂടിൻ ഈ വേനലിൽ പക്ഷിക്ക് കുടിക്കാൻ വെള്ളം ഉമ്മറത്ത് കൊണ്ടുവന്ന് വെച്ചത്, ഒരുപാട് അമൽ ചെയ്തു. മിസ്കീനായ മനുഷ്യന് ഭക്ഷണം കൊടുത്തത്, പള്ളിയിൽ ഉസ്താദിന് ചെലവ് കൊടുത്തത്, ഏറ്റവും വലിയ സ്വതക്കയാണതൊക്കെ. ഇങ്ങനെ ഒരുപാട് അമൽ. ഒരു തഹജ്ജുദിന്റെ സമയത്ത് എഴുന്നേറ്റ എന്റെ സഹോദരി സഹോദര, നമ്മൾ അന്ന് രാവ് മുഴുവൻ, അന്ന് പകല് മുഴുവൻ നമ്മൾ അമൽ ചെയ്തു. രാത്രി കിടക്കാൻ നേരം ഒളുവോടുകൂടെ കിടന്നു. ആ ഉറക്കവും അമലാണ്. എന്നാൽ നിന്റെ 24 മണിക്കൂർ സമയത്തിനുള്ളിൽ നീ ചെയ്ത സർവ്വ അമലുകളിലും, എല്ലാ അമലുകളിലും നീ ദുആ ചെയ്ത സമയത്തെ അല്ലാഹു കാണുന്നത് ആ 24 മണിക്കൂറിന്റെ മജ്ജ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. മജ്ജ എന്ന് പറഞ്ഞ
അതിനൊരു മഹത്വം നമ്മളൊരു ശരീരത്തെ സങ്കല്പിച്ചാൽ കാണാറുണ്ട് അല്ലേ? ആ മഹത്വം തന്നെയാ നമ്മുടെ അമലുകളുടെ കൂട്ടത്തിൽ ദുആഇനുള്ളത് എന്ന് സയ്യിദുനാ വഹബീബുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി കേട്ടോളൂ മറ്റൊരു ഹദീസ്. ഇമാം ഹക്കിമിന്റെ മുസ്തദറക്കിൽ ഒരു ഹദീസ് കാണാം. അൻ അലി റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ. മുഅ്മിനിന്റെ ആയുധം ദുആയാ. ദുആ ആയുധം. എവിടെ ആയുധം? നമുക്കൊരു ആയുധം വേണം, അത് ദുആയാ. നമ്മുടെ കയ്യിൽ എപ്പോഴും, സിഖുകാരുടെ കയ്യിൽ എപ്പോഴും ഒരു ആയുധം ഉണ്ടാവുന്ന, സിഖുകാരുടെ കയ്യിൽ എപ്പോഴും ഒരു ആയുധം ഉണ്ടാവും. ഒരു ചെറിയ കത്തി, കൃപാൺ എന്തോ അതിന് പറയാം, അല്ല ഒരു ചെറിയ കത്തി സിഖുകാരുടെ കയ്യിൽ ഉണ്ടാവും. അവരുടെ ഒരു ആചാരാണത്. നമുക്ക് പറ്റുമെങ്കിൽ ഒരു ആയുധം കൈ കൊണ്ടിടക്ക, ഒരു വടി നല്ലതാ. ഒരു വടി കയ്യിലുണ്ടാവൽ നല്ലതാണ്. ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ വടിയായിട്ട് വരാൻ പറ്റില്ലല്ലോ. ഒരു വാഹനത്തിൽ ഒരു വടി വേണമെന്ന് മഹാനായ ഷെയ്ഖ് മുഹീദ്ദീൻ തങ്ങളുടെ ഉനിയൽ കാണാം ഒരു ഹദീസ്, അല്ലെങ്കിൽ ഒരു ഖബർ കാണാം. ഒരു വാഹനത്തിൽ ഒരു വടി വെക്കണമെന്നാ, പിശാച് കയറൂലെന്നാ. വടി വലിയ മഹത്വമുള്ള ഒരു സാധന. ഖുർആൻ ഒരു വടിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. സ്വർഗത്തിന്റെ ആജ് എന്ന ചെടിയിൽ നിന്നും വെട്ടി എടുത്ത 10 മുഴം നീളമുള്ള അറ്റത്ത് 2 ശിഖരമുള്ള ഒരു വടി, സയ്യിദുനാ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വടി. അള്ളാഹു തൗഫീഖ് ചെയ്ത ഒരു ദിവസം മൂസാ നബിയുടെ വടി എന്ന ആ ഒരു സബ്ജക്റ്റ് പറയാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വടി എന്ന് പറയുന്നത് ഒരു ആദരണീയമായ ഒരു വസ്തുവാണ്. എത്ര വലിയ ആയുധം ഉണ്ടെങ്കിലും ആനയുടെ നേരെ തോക്ക് കാണിച്ചിട്ട് കാര്യമില്ല, ആനയുടെ നേരെ വടിവാള് കാണിച്ചിട്ട് കാര്യമില്ല. ആനയുടെ നേരെ ഒരു വടി, അതിന്റെ കണ്ണിന്റെ നേരെ ഇങ്ങനെ ചുഴറ്റി പിടിച്ചെന്ന ആന ശാന്താവുന്ന വടി മഹാത്മാഗാന്ധിജിയുടെ കയ്യിൽ നമ്മൾ കണ്ടതും ഒരു ആദരണീയമായ രൂപത്തിലാണ്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ജിന്നുകൾ അവരുടെ കഴിവുകളെ പറ്റി ഊറ്റം കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ജിന്നുകളെ നിങ്ങൾ ഒന്നുമല്ല എന്ന് അറിയിക്കാൻ വേണ്ടി സുലൈമാൻ നബി അലൈഹി സ്വലാം പ്രഭാഷണം നടത്തുന്ന പീഠത്തിന്റെ മുന്നിൽ നിന്ന് മരിച്ചു. നിന്ന നിപ്പില് മരിച്ച ആളാണ് സയ്യിദുനാ സുലൈമാൻ അലൈഹിസ്സലാം. ആ വടി കയ്യിലുണ്ടായിരുന്നു. ഖുർആൻ പറയുന്നുണ്ട്, കയ്യിൽ വടി ഇങ്ങനെ കുത്തിപ്പിടിച്ചു നിന്നിട്ട് സുലൈമാൻ നബി മരിച്ചു അലൈഹിസ്സലാം. എന്നിട്ടോ ജീവനുള്ള കയ്യിൽ ഉണ്ടായിരുന്ന വടി, ജീവന്റെ തുടിപ്പിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന വടി ചതലരിക്കില്ല. പക്ഷേ കൊട്ടാരത്തിലെ പ്രമാണികൾ മുഴുവൻ മനസ്സിലാക്കി സുലൈമാൻ നബി മരിച്ചിട്ടില്ല എന്ന്. ഈ വടിയിലൂടെ ചതലരിച്ച് കയറിയപ്പോഴാ മനസ്സിലായത് സുലൈമാൻ നബിയുടെ ശരീരത്തിൽ ജീവനില്ല എന്ന്. ഖുർആനാണ് ഇത് പറഞ്ഞത്. വടി മരിച്ചിട്ടും കയ്യിലുണ്ടായി സയ്യിദുനാ സുലൈമാൻ. ഒരു തലയുടെ വലിപ്പേ ഉള്ളൂ, ഒരു മനുഷ്യന്റെ തലയുടെ വലിപ്പേ ഉള്ളൂ ഒരു കല്ല് തുർക്കിയിലുണ്ടായിരുന്നു. അറിയപ്പെട്ട ചരിത്രമനുസരിച്ച് തുർക്കിയിൽ ഒരു തലയുടെ വലിപ്പമുള്ള കല്ല് തുർക്കിയിലുണ്ടായിരുന്നു. ആ കല്ലിന്റെ ചുവട്ടിൽ വെച്ചൊരു മഹാൻ ദുആയിരുന്നു. എന്റെ കൂടെ ഉള്ളത് 12 ഗോത്രങ്ങളാണ്, ഇസ്രായേലി സമൂഹം. ഈ 12 ഗോത്രത്തിനും വെള്ളം കുടിക്കാൻ ഒരു കിണറോ ഒരു തോടോ ഒരു ടാപ്പോ കൊടുത്താൽ പറ്റില്ല. ഇവരിത്തിരി കിബറന്മാരാ. ഇവർക്ക് 12 പേർക്കും 12 ഗോത്രം അനുസരിച്ച് 12 പുഴ വേണം. അല്ലാഹ് പറഞ്ഞു, കയ്യിൽ വടിയുണ്ടല്ലോ, ആ വടി വെച്ച് ഒന്നടിച്ചാ മതി, ആ കിടക്കുന്ന കല്ല് പൊട്ടിപ്പിളരട്ടെ, 12 അരുവി ഉണ്ടാകുമെന്ന് അള്ളാഹു പറഞ്ഞു. വടി കൊണ്ടടിച്ചു. ആ വടിയുടെ മഹത്വമാണത്. 1,24,000 വരുന്ന പ്രവാചകന്മാരിൽ മൂസ നബി വരെയുള്ള കാലഘട്ടത്തിലെ എല്ലാ നബിമാരും ഈ വടി ഉപയോഗിച്ചിട്ടുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആദം നബി സ്വർഗ്ഗത്തിൽ നിന്ന് കൊണ്ടുവന്ന വടിയ എല്ലാ നബിമാരും ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു ആയുധമാണ് വടി. വടി നല്ലതാണ്. എന്നാൽ നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവേണ്ട ഒരു ആയുധമാണ് ദുആ. എപ്പോഴും കയ്യിലുണ്ടാവേണ്ട ഒരു ആയുധമാണ് ദുആ. എപ്പോഴും അത് കയ്യിലെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ഉദാഹരണം, നമ്മളിപ്പോ ഇങ്ങനെ പോവാണ്, അപ്പോഴുണ്ടൊന്ന് മൂത്രമൊഴിക്കണമെന്ന് തോന്നി, അപ്പോഴുണ്ട് ഒരു ദുആ, ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസി. ദുആയാണ്, വടിയാണ്. അവിടെ ഖുബ്സും ഖബായിസും ഉണ്ട്. വടി കയ്യിൽ വേണം, അല്ലെങ്കിൽ ആയുധം കയ്യിൽ വേണം എന്ന് മാത്രല്ല, വാഹനത്തിൽ കയറി ദുആ ഉണ്ട്, വീട്ടിലേക്ക് കയറി ദുആ ഉണ്ട്, വീട്ടിൽ നിന്ന് ഇറങ്ങി ദുആ ഉണ്ട്. ഏറ്റവും ചെറിയൊരു ദുആ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മി ചൊല്ലിയോ പിശാച് അകലുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഒരായുധമാണ് ബിസ്മി.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുവിന്റെ മുഴുവൻ ഇസ്മുകളും മുന്നിൽ നിർത്തിയിട്ട് ദുആ ചെയ്തതാണത്. ഞാൻ ആരംഭിക്കാണ് അല്ലാഹ്. ബിസ്മില്ലാഹി എന്താ അതിന്റെ അർത്ഥം? അല്ലാഹുവിന്റെ നാമം കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു എന്നല്ല, അല്ലാഹുവിന്റെ എല്ലാ നാമങ്ങളും കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു എന്നതിനർത്ഥം. ബിസ്മില്ലാഹി ഐ ബികുല്ലി ബിസ്മില്ലാഹി. ഞാനൊരു സംഭവം പറയാം. അല്ലാഹുവിന് ഒരുപാട് പേരുകളുണ്ട്. എന്നാൽ അല്ലാഹുവിന്റെ പ്രധാനപ്പെട്ട പേരുകൾ 3000. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അല്ലാഹുവിന്റെ പ്രധാനപ്പെട്ട പേരുകൾ 3000. അതിലെ 1000 പേര് അല്ലാഹു മഹാന്മാരായ അമ്പിയാക്കൾക്ക് പഠിപ്പിച്ചു. വേറെ ആർക്കും അതറിയില്ല. ബാക്കി എത്രയുണ്ട്? 2000. 2000-ൽ ഇനിയുള്ള 1000 അല്ലാഹു മഹാന്മാരായ മലക്കുകൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. 2000-ൽ 1000 മലക്കുകൾക്ക് പഠിപ്പിച്ചു. ഇനി ബാക്കി എത്രയുണ്ട്? 1000. ആ 1000-ൽ 300 എണ്ണം തൗറാത്തിൽ പറഞ്ഞു. ബാക്കി എത്രയുണ്ട്? 700. 700-ൽ 300 അല്ലാഹു സബൂറിൽ പറഞ്ഞു. ബാക്കി എത്രയുണ്ട്? 400. 300 പരിശുദ്ധമായ ഇൻജീലിലും പറഞ്ഞു. ബാക്കി 100. 100-ൽ ഒരെണ്ണം അല്ലാഹുവിന്റെ അടുക്കൽ അവൻ വെച്ചു. ആർക്കും അത് പറഞ്ഞു കൊടുത്തതേയില്ല. ബാക്കി എത്രയുണ്ട്? 99. അത് ഖുർആനിൽ പറഞ്ഞു. അപ്പോൾ 99 ഖുർആനിലുള്ളതും അമ്പിയാക്കൾക്ക് പഠിപ്പിച്ചതും മലക്കുകൾക്ക് പഠിപ്പിച്ചതും തൗറാത്തിലും ഇൻജീലിലും സബൂറിലുള്ളതും അല്ലാഹു മാറ്റിവെച്ചതും ഉൾപ്പെടെയുള്ള 3000 പേരുകളെ അല്ലാഹു ഒരുമിച്ച് പറഞ്ഞിട്ടുള്ള വചനമാണ് ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം. കുല്ലു അംരിൻ ദീ ബാലിൻ ലം യുബ്ദഅ ബിസ്മില്ലാഹ് ഫഹുവ അബ്തറഉ കമാ ഖാല റസൂലുള്ളാഹി. ഒരു കാര്യം അത് പ്രാധാന്യമുള്ളതാ, എന്നാൽ ബിസ്മി കൊണ്ട് അത് തുടങ്ങിയിട്ടില്ല, എന്നാൽ ആ കാര്യം ബറക്കത്ത് മുറിഞ്ഞതാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ബിസ്മി കൊണ്ട് തുടങ്ങാത്ത കാര്യം ബറക്കത്ത് മുറിഞ്ഞതാ കരുതി കൂട്ടിയാ നേരത്തെ പറഞ്ഞത്. അരിക്ക് വെള്ളം തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ ബിസ്മി ചൊല്ലിയിട്ടോ. എന്തിനേറെ ശാരീരിക ബന്ധത്തിന്റെ നേരത്ത് പോലും ബിസ്മിയുടെ പ്രാധാന്യം. അതിലൂടെ ജനിക്കുന്ന കുഞ്ഞ്, ആ കുഞ്ഞിന്റെ പരമ്പരയിൽ പിന്നീട് വരുന്ന മനുഷ്യരാശിയുടെ ശ്വസന നിശ്വാസത്തിന്റെ താളത്തിന് പോലും അല്ലാഹു ബിസ്മി ചൊല്ലിയ പിതാമഹന് പ്രതിഫലം രേഖപ്പെടുത്തുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പോൾ എവിടെയും നമുക്കൊരായുധമാണ് ദുആ. ഹബീബ് പഠിപ്പിച്ചു വഇമാദുദ്ദീൻ. നിനക്കുള്ള ദീനീ ബോധം തകർന്നു വീഴാതെ അതിനെ പിടിച്ചു കെട്ടാനുള്ള ഒരു തൂണാണ് നിന്റെ ജീവിതത്തിലെ ദുആ. നമുക്ക് ദീനീ ബോധമുണ്ട് ഉണ്ടോ? ഉണ്ടെന്നേ. ഞാൻ മഫ്ത ചുറ്റിപ്പോ 7 പിന്നു കൊണ്ടാ കുത്തിയത് എന്ന് പറയും. നമുക്ക് ദീനീ ബോധം ഇത്തിരി കൂടെ കൂടുതലുണ്ടെങ്കിൽ അതൊരു 15 പിന്നാവും അല്ലേ? ആ ദീനീ ബോധത്തിന്റെ ഒരു ഏകദേശം ഒരു കണക്ക് പറഞ്ഞതാ അല്ലേ? നമുക്ക് ഓരോ കാര്യങ്ങൾക്ക് ഓരോ ദീനീ ബോധമാണ്, എല്ലാം ഉണ്ടാവും. പക്ഷേ ഒരു കല്യാണത്തിന്റെ അന്ന് പർദ്ദ മാറ്റി ഫോട്ടോ എടുക്കലുള്ള അന്ന് സാരിയാവും. അല്ലെങ്കിലോ മറ്റേതെങ്കിലും സാധാരണ ആവശ്യങ്ങൾ വരുമ്പോ പലിശയിലേക്ക് ബന്ധപ്പെടാൻ അവിടെ ഒരു മത നിയമോ അല്ലെങ്കിൽ ഒരു പേടിയോ ഇല്ല. എല്ലാ കാര്യങ്ങൾക്കും ദീനീ ബോധം നമുക്കുണ്ട്. നമ്മുടെ സ്വന്തം ആവശ്യം വരുമ്പോ അപ്പൊ ഒത്തിരി അഡ്ജസ്റ്റ് ചെയ്യുന്ന സ്വഭാവം, അത് നമ്മുടെ ദീനീ ബോധത്തിന് ബലമില്ലാനിട്ട. ഒരു തൂണിട്ട് കൊടുക്കണം, നല്ലതാ. നല്ല ആശാരി പറയും, നല്ല മേസ്തിരി പറയും, ഒരു തൂണും കൂടി അവിടെ ഇടാണെങ്കിൽ അതിന്റെ മേൽക്കൂര തകർന്നു വീഴാതെ നല്ല ഉറപ്പ് കിട്ടും. നമ്മുടെ മേൽക്കൂര നല്ല ഉറപ്പിൽ നമുക്ക് തണലായി നിൽക്കണമെങ്കിൽ, ഒരു ദീനിന്റെ തണല് കിട്ടണമെങ്കിൽ നല്ല തൂണ് വേണം. തൂണ് കൂടിക്കോട്ടെ, കുഴപ്പമില്ല. നിന്റെ ദീനിന്റെ തൂണ് നിന്റെ ദുആയാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നല്ല തൂണ് ഇടക്കിടക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പൊ നമുക്ക് തോന്നും, ഇല്ല ഞാനിപ്പം അങ്ങോട്ട് പോണ ശരിയല്ല. ഇപ്പൊ അവിടെ പോയി ഈ നിസ്കരിച്ചതും ഈ ഓതി കൂട്ടിയതൊക്കെ വെറുതെ കളയാൻ എന്നോണ്ട് പറ്റൂല.
ഞാനെങ്ങും പോണില്ല. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സ് മാറരുത്. 10 മിനിറ്റ് കഴിയുമ്പോൾ എല്ലാവരും പോയല്ലോ, ഞാനും ഇനി അങ്ങോട്ട് പോയില്ല എന്താവെന്ന് ഓർത്ത് ഇട്ടെറിഞ്ഞ് പോയി കളയരുത്. മനസ്സിലായല്ലോ? നമ്മൾ പോകാൻ പാടില്ലാത്തൊരിടത്ത് പോകുന്നിടത്ത് നമ്മുടെ ആത്മബോധം നമ്മെ നിയന്ത്രിക്കുക. അത് ദീനിന്റെ തൂണ, നമ്മുടെ ദീനി ബോധത്തിന്റെ തൂണ. ആ തൂണ് നമ്മൾ ഇടക്കിടക്ക് ചെയ്യുന്ന ദുആയ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മാത്രവുമല്ല, നമ്മൾ ഇവിടെ വെച്ച് ചെയ്യുന്ന ദുആ ആകാശത്തിന്റെ പ്രകാശമാണ്. വനൂറുസ് സമാവാതി വൽ അർളി, അത് ഭൂമിയിലും വെളിച്ചമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് ജീവിതത്തിൽ ദുആ വേണം, എപ്പോഴും ദുആ വേണം. ദുആ ഇല്ലാതെ നമുക്ക് അല്ലാഹുവിന്റെ മുന്നിൽ പരിഗണനയില്ല.